അപ്പോൾ ഞങ്ങളിപ്പോൾ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് നേരമായി. അതായത് ഫുൾ ടൈം 6:26 കഴിഞ്ഞിരിക്കുന്നു. 6:30 മണി. പക്ഷേ വ്യൂ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ മോർണിംഗ് വ്യൂ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാം ആദ്യം. ഷാസെ എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ വന്നപ്പോ തന്നെ കാറ്റും തണുപ്പും ഉണ്ട് കേട്ടാ. മോർണിംഗിൽ തന്നെ നല്ല കാറ്റും തണുപ്പുമാണ്. നമുക്ക് ഒന്ന് നിക്കാൻ തന്നെ പറ്റണില്ല. ഇവിടെ കാറ്റ് മാത്രമേ വിചാരിച്ചു, തണുപ്പുണ്ട്, നിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇവിടുത്തെ വ്യൂ അടിപൊളി തന്നെ. ഈ ടൈമിൽ ഇവിടെ വന്ന് നിൽക്കല് പൊതുവെ ആൾക്കാർ കുറവാണ്. നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോന്നപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കിട്ടി. എന്തായാലും അടിപൊളി. പിന്നെ ഇത് പരുന്തുംപാറ എന്നുള്ള പേര് വരാൻ കാരണം എന്ന് പറയാനായിട്ട് ഈ 3 മലകള്, അത് ഏറ്റവും ടോപ്പ് വ്യൂ എന്ന് നോക്കാനേ പറ്റുള്ളൂ. ആ 3 മലകൾ ചേർന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പരുന്ത് നിൽക്കണ പോലെയാണെന്നാണ് പറയണത്. അത് മറ്റേ നമുക്ക് മറ്റേ അല്ലേ ഡ്രോണൊക്കെ വിട്ടിട്ട് മേളിൽ നിന്ന് നോക്കേണ്ടി വരും. അപ്പേ അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിന്ന് അറിയാൻ പറ്റും. ആ ഒരു വ്യൂ നിന്ന് അറിയാൻ പറ്റും സംഭവം നമുക്ക്. ഇതാണ് അതിന്റെ വ്യൂ. ചെറിയൊരു കോടയുണ്ട്. അതെ, വീഡിയോയിൽ കാണാൻ പറ്റില്ല. കോടയുണ്ട്, നല്ലൊരു അടിപൊളി കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ട്. നല്ല കാറ്റും നിൽക്കണം, നമുക്ക് നല്ല കാറ്റും. നൈസ് വ്യൂ, അടിപൊളിയല്ലേ? കിടിലൻ അല്ലേ? ഇത്രയും നല്ല സൂപ്പർ അല്ലേ ഷാസെ? ഇതേപോലത്തെ ഒരു സ്ഥലം ഞാൻ ഭൂമി കണ്ടിട്ടില്ല. നമ്മേൽ 5 പ്രാവശ്യം കണ്ടിവിടെ. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത്രയും നേരത്തെ അമ്മ വന്നിട്ടില്ല. മോർണിംഗ് വൈബ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. മോർണിംഗ് തന്നെ വന്ന ഇവിടെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാണ്ടാ ഷാന, ഇതാണ് പരുന്തുംപാറന്റെ വ്യൂ. ഇതവിടെയാണ്, അവിടെ ഒരു ഇത് കാണിക്കണ്ട. അവിടെ നിന്ന് നോക്കിയാലാണ് നമുക്ക് ആ വ്യൂ കിട്ടണത് ശരിക്കും പറഞ്ഞാൽ. പരുന്ത് പറക്കണമല്ല. തണുപ്പണ്ടാ? ഇത്ര തണുപ്പുണ്ട് ഇവിടെ. എന്റെ മുന്നിലല്ല. ഓ സൂപ്പർ അല്ലേ? സൂപ്പർ. നമുക്ക് ഞാൻ പരുന്തുംപാറയുടെ വ്യൂ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. കണ്ട് പരുന്തുംപാറയുടെ വ്യൂ അവിടെ കണ്ട് നമുക്ക് എന്തായാലും നടന്നു നോക്കാം. ഇവിടെ വരുന്നവര്, രാവിലെ വരുന്നവര് ഒരു ജാക്കറ്റ് എങ്കിലും കരുതണമെന്നാണ് എന്റെ അഭിപ്രായം. അതെ ശാസേ? അതെ, സെറ്റ് കണ്ടാ സെറ്റ് പൊളി സ്ഥലം. കാറ്റ് നോക്കിയേ, കാറ്റടിച്ച് പറന്നു നോക്കിയാ ഇങ്ങനെ പോണു ഇങ്ങനെ അല്ല പോണോക്കി. ഈ സാധനം തെറിച്ചോണല്ലേ? അപ്പൊ അത്രക്കും നല്ല അടിപൊളി സ്ഥലമാണ്. ആരും തിരക്കില്ല. ആളുകൾ വന്ന് തുടങ്ങുന്നു. അവിടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇറങ്ങിയാൽ പോരും. ഇവിടുന്ന് കാണാലോ. വാ, അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ഇവിടുന്ന് കാണിച്ചു കൊടുത്താൽ പോരെ? പരുന്തുംപാറന്റെ വ്യൂ നമ്മള് കാണിച്ചു തരാം. കമ്പിലോട്ടി പോയി കേടാ. ഇത് നമ്മ പ്രതീക്ഷിച്ചും കൂടുതൽ കാറ്റിങ്ങനെ വലിച്ചോണ്ട് പോണ അതുപോലത്തെ ഒരു അവസ്ഥ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം കിട്ടണത്. പക്ഷെ കൊള്ളാം.
എന്നെ വലിച്ചെന്നും മുന്നാണ് കാറ്റ്. ഇവിടെയാണ് ഇതിന്റെ എൻഡ് പോയിന്റ് ഇവിടെയാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് താഴത്തിറങ്ങി അവിടുത്തെ അവിടെ ഒരു പാറയുണ്ട്, അവിടെ എത്താൻ പറ്റും നമുക്ക്. നിങ്ങക്ക് ഇവിടുത്തെ കാറ്റിന്റെ ശക്തി അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചാൽ ഞാൻ പോണോട്ടോ. കാണാ അത്രക്കും പവറിലാണ് നിക്കുന്നത് ഇവിടെ കാറ്റാ. കാണിച്ചു കൊടുത്താ സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോയാലോ? പോവാ, പോവാ പോവാ പോവാ. മോർണിംഗ് വരുന്നവരെന്തായാലും ജാക്കറ്റ് മസ്റ്റായിട്ട് കൊണ്ടുവരണം. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരണാണെങ്കിൽ അവരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും ഈ അവസ്ഥയാണെങ്കിൽ. അതെ, പറഞ്ഞൂടാ. അപ്പൊ അവതാണ് എന്റെ അടിപൊളി. എടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാ സൺറൈസ് വേണ്ട, സൺറൈസ് ആയി തുടങ്ങണോ വേണ്ട, സൂര്യൻ വന്നു തുടങ്ങണാണ്. ഇവിടെ നിന്നതിനാ അടിപൊളി സൺറൈസ് കണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാ. വാ, അല്ലേ വേണ്ട അങ്ങോട്ട് പോവാ. അവിടെ പോകണ്ട, നമുക്ക് ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. ഭയങ്കര കാറ്റാണ്, പറന്നു പോകാൻ സാധ്യതയുണ്ട്. ഫോൺ തന്നെ പറന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലേ? ഇതുവരെ വന്നെങ്കിൽ ഇതേപോലെ എക്സ്പീരിയൻസ് ഇല്ല. അല്ലേ ഷാന? ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല നമുക്ക്. ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. നീ എന്താ ഉദ്ദേശിച്ചത്? ഇവിടുത്തെ സൺറൈസ് കണ്ടിട്ട് നമുക്ക് ഇനിയിപ്പോ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും തോന്നണില്ല. ഈ അവസ്ഥയിൽ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റും തോന്നണില്ല. കാറ്റ് കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റണില്ല. ചിലപ്പോ സ്ലിപ്പായി വീഴുമെന്നുള്ള ഒരു ഡൗട്ട് കൊണ്ടിട്ടാണ് ഞങ്ങളിപ്പോ ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. അവിടെയാണ് നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റിയ സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാല്. കാറ്റിന്റെ ശക്തി അറിയണോ? നമ്മള് ശരിക്കും പറഞ്ഞാൽ അവിടം വരെ പോയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ കാറ്റ് കാരണം ഒട്ടും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കേരളത്തിന്റെ ഒരു തനതായ ഭംഗി ഇവിടെ കിടക്കുന്നുണ്ട്. ഏതാണ് കേരളത്തിന്റെ ഒരു തനതായ ഭംഗി? ഏതോ ഒരു മലയാളി വന്നിട്ടുണ്ട്, ആകാശവാണി. സൺറൈസ് ഉണ്ടോ? സൺറൈസ് ഉണ്ടോ? ഇതാണ്. ഓ ഓ ഓ ഇതാണ് സൺറൈസ്. ഇങ്ങനെ വരുന്നതാണ്. സൺറൈസ് സൺറൈസ് അടിപൊളിയല്ലേ? ഇത് അടിപൊളിയാണ് ട്ടോ. ജീൻസ് വർക്കറോക്ക്, ജീൻസ് വർക്കറോക്ക്, ജീൻസ് കാണിച്ചോക്ക്, ജീൻസ് 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 വർക്കറോക്ക്, ജീൻസ് ഡാൻസ് ജീൻസ് ഡാൻസ് അല്ല ജീൻസ് പറഞ്ഞോളെ മേലോട്ട് പൊക്കി വെക്ക്, പൊക്ക്, കൈ പൊക്ക്, കൈ പൊക്ക്, കൈ പൊക്കറ. ആ നീ ഈ കൈ അടിയിലെ കൈ പൊക്ക്. ആ പൊക്കി പിടി, ശരിക്കും പൊക്ക്, ശരിക്കും പൊക്ക്. ഇനി താത്തി ഇച്ചിരി താത്ത്. എടാ ഇച്ചിരി പൊക്കി പിടി, പൊക്കി പിടിയടാ. ആ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്യും.
മേളില് എടാ മേളിലൊക്കെ ഇല്ലടാ ഇങ്ങനെ കവർ ചെയ്യണമില്ല അങ്ങനെ നോക്ക് ആ മേളില് മേളിലടാ എടാ പറഞ്ഞോന്നല്ല മേളില് അതെ അപ്പൊ നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാം നിക്കാൻ തന്നെ പറ്റണില്ല അപ്പൊ എന്തായാലും നമ്മള് ഇവിടുന്ന് അമ്മച്ചി കൊട്ടാരം കേറാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് അമ്മച്ചി കൊട്ടാരം കേറി അത് കാണിച്ചു തരാം അതും കൂടിയാണ് ഞങ്ങൾ ഇപ്പൊ പോണത് ഒരു ഷോപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല ശരിക്കും പറഞ്ഞ എന്തായാലും ചെന്ന് നോക്കണം അവിടെ എന്താണെന്ന് അറിയാലോ വെക്കേറ്റ് ചെയ്യാം എന്തായാലും